ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മെയിലെ ആദ്യ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന 2 മലയാളം സിനിമകളുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിലൊന്ന് ടൊവിനോയുടെ നടികർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ ടൊവിനോ, സൗബിൻ, ഭാവന തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യുകയാണ്. നാളെ ഏപ്രിൽ 27 വൈകിട്ട് 6:30 കൊച്ചി ലുലു മാളിൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഉണ്ട്. അതിനുശേഷം ഈ സിനിമയുടെ പ്രൊമോഷണൽ അഭിമുഖങ്ങൾക്കും മറ്റുമെല്ലാം തന്നെ തുടക്കം കുറിക്കുകയാണ്. നാളെ രാത്രിയോടെ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യും. ആ ട്രെയിലർ കാണുവാനായിട്ട് കാത്തിരിക്കാം. ടൊവിനോയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ് നടികർ എന്ന കാര്യത്തിൽ സംശയമില്ല. മെയ് 3 സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. നടികറിന് മുന്നേ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര തുടങ്ങിയവർ അഭിനയിക്കുന്ന ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ മെയ് 1 ബുധനാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സമീപകാല മലയാളം സിനിമകളുടെ പ്രൊമോഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രെയിലർ ഒന്നും തന്നെ റിലീസ് ചെയ്യാതെ റീൽസ് വഴി നിവിൻ പോളി ഒട്ടനേകം പ്രൊമോഷൻ എല്ലാം തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതുവഴി കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തപ്പെട്ടിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ മികച്ചൊരു പ്രീ റിലീസ് ഹൈപ്പർ സിനിമ നേടിയെടുത്തോ എന്നെല്ലാം തന്നെ നാളെ മുതൽ അറിയാം. നാളെ ഏപ്രിൽ 27 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കും. അപ്പോൾ നാളെ രാത്രിയുടെ സിനിമയുടെ ആദ്യഘട്ട പ്രീ സെയിൽ എല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും. കാത്തിരിക്കൂ. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് മാർച്ച് 28 തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ ദി ഗോട്ട് ലൈഫ് അങ്ങനെ ഒരു മാസം തിയേറ്ററുകളിലെ പിന്നിടാനായിട്ടൊരുങ്ങുകയാണല്ലോ. നാളെ സിനിമയുടെ 30 ദിവസമാണ്. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആകപ്പെട്ട കേരള കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 28 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ സിനിമ 76,05,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും 155 കോടി കടന്നു എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആകും. ആടുജീവിതം വീണ്ടും ഒരു ശനി ഞായർ ദിവസങ്ങളിലേക്ക് കിടക്കുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ച ടാർഗറ്റിലേക്ക്, അതായത് കേരള ബോക്സ് ഓഫീസിൽ 80 കോടിയിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 160 കോടിയിലേക്കും സിനിമയുടെ കളക്ഷൻ ടച്ച് ചെയ്യും. ഫൈനൽ കളക്ഷൻ എത്തുമെന്ന നിലവിൽ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ. ആടുജീവിതം എന്ന വൻ വിജയം നേടിയെടുത്ത സിനിമയുടെ നാളത്തെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്